ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റുമോ എന്നതായിരുന്നു ഇന്നത്തെ വാർത്താ ചോദ്യം. ഇല്ല, ഉടൻ നടപടിയില്ല. പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. സ്ഥലം LDF യോഗമാണ്. LDF യോഗം അവസാനിച്ചിരിക്കുകയാണ്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ആർ ശ്രീജിത്ത്, യോഗത്തിന്റെ അജണ്ടയിലേക്ക് ADGP ഉണ്ടായിരുന്നോ അതോ അജണ്ടയ്ക്ക് പുറമെ ഘടകകക്ഷികൾ ഉന്നയിക്കുകയായിരുന്നോ? എന്താണ് യോഗത്തിൽ പങ്കെടുത്തിറങ്ങി വന്ന ഘടകകക്ഷികളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വ്യക്തത? സുജയ, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സംസ്ഥാനം ആകെ ചർച്ച ചെയ്യുന്ന ADGP RSS നേതാക്കളുടെ കൂടിക്കാഴ്ച LDF യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. അതിശയകരമായ ഈ അജണ്ട വായിക്കൽ നടന്നപ്പോൾ RJD നേതാവ് ഡോക്ടർ വർഗീസ് ജോർജാണ് അജണ്ടയിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയേ മതിയാകൂ എന്ന നിലപാടെടുത്തത്. അതായത് ഇത് LDFന്റെ ഏകോപന സമിതി യോഗമാണ്. ഇവിടെ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, പൊതു രാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്തേ മതിയാകൂ. ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. അതുകൊണ്ട് ആ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് RJD നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് LDF യോഗത്തിലെ ചർച്ച ഈ ADGP RSS കൂടിക്കാഴ്ചയ്ക്ക് വഴിമാറിയത്. അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്ത് LDF യോഗം പിരിയുമായിരുന്നു. ഇതേ തുടർന്നാണ് CPI അടക്കമുള്ള കക്ഷികൾ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരൂ എന്ന കർശനമായ നിലപാട് യോഗത്തിൽ ഉന്നയിച്ചു. ആ കാര്യം CPIയുടെ നിലപാടായി തന്നെ യോഗത്തിൽ ബിനോയ് വിശ്വം അറിയിക്കുകയും ചെയ്തു. അതായത് പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം, അതോടൊപ്പം തന്നെ മറ്റ് വഴിവിട്ട ബന്ധങ്ങൾ, PV അൻവർ അടക്കം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ, ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാറിനെ നീക്കിയേ മതിയാവൂ എന്ന നിലപാടാണ് CPI യോഗത്തിൽ സ്വീകരിച്ചത്. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ബിനോയ് വിശ്വം സമാനമായ നിലപാട് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് 2 തവണയും CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ CPI കർശനമായ ഒരു സമീപനം എടുത്തിട്ടും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. ഉടൻ തീരുമാനമില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുകയാണ്. ഉടൻ നടപടി എടുക്കേണ്ടതില്ല, അത് RSS ബന്ധം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായി തീരും. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഇന്ന് 7 ചോദ്യങ്ങളുമൊക്കെയായി രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് ഉടൻ വഴങ്ങേണ്ടതില്ല എന്ന ഒരു കടുംപിടുത്തത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നുവെന്നാണോ കരുതേണ്ടത്? ശ്രീജിത്ത്. സുജയ, RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയ വിഷയം ആദ്യമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ രാഷ്ട്രീയ ആരോപണത്തിന്റെ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയായിരിക്കുന്നത്. 16 മാസം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയെപ്പറ്റി ഇപ്പോൾ ഉന്നയിക്കുമ്പോൾ അതിൽ UDFന്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും മറ്റ് ചർച്ചകൾക്കും നിന്നുകൊടുക്കേണ്ടതുണ്ടോ എന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത്. എന്നാൽ മുഖ്യമന്ത്രി ഇത്ര വിശദീകരിച്ച യോഗത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും CPIMന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും മറ്റും അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഇതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച കൂടി ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാം. അതുകൂടി അന്വേഷിക്കട്ടെ. അതിനുശേഷം നടപടിയോ മറ്റോ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനിക്കാം. അതാണ് മുഖ്യമന്ത്രി LDF യോഗത്തിൽ സ്വീകരിച്ച സമീപനം. ശ്രീജിത്ത്, ഇപ്പോൾ ഈ മുന്നണിക്കുള്ളിൽ ഘടകകക്ഷികൾ പുറത്തു പറഞ്ഞ കാര്യം, അത് ഇപ്പോൾ സാധാരണഗതിയിൽ പുറത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് അജണ്ടയിൽ ഉൾപ്പെടുന്ന ഒരു രീതിയല്ലേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഇത്രയും പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ടും അത് അജണ്ടയിൽ ഉൾപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അജണ്ടയിൽ ഉൾപ്പെടുത്താതെ പോയത് CPIMന് ഇത് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന നിലപാടില്ല, അഭിപ്രായമില്ല. അതുതന്നെയാണ് ഈ അജണ്ടയിൽ അത് ഉൾപ്പെടുത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സാധാരണ LDF യോഗത്തിൻ്റെ രീതി തുടക്കത്തിൽ അജണ്ട വായിക്കലാണ്. അതായത് നേരത്തെ യോഗം അറിയിക്കുമെങ്കിലും അജണ്ട എന്താണെന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ പോലും അറിയിക്കുന്ന പതിവ് LDFിലില്ല. ഈ യോഗത്തിന് തുടക്കത്തിലാണ് അജണ്ട വായിച്ച് അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ അജണ്ട വായിക്കുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്ന ADGPയുമായി ബന്ധപ്പെട്ട വിവാദം പൊതു വിഷയമായി ഈ അജണ്ടയിലില്ല എന്ന കാര്യം വ്യക്തമാകുന്നത്. അപ്പോഴാണ് RJDയുടെ നേതാവായ ഡോക്ടർ വർഗീസ് ജോർജ് ഈ കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിയേ മതിയാകുന്ന കർശന നിലപാടെടുത്തത്. അങ്ങനെയാണ് ചർച്ചയ്ക്ക് വഴങ്ങിയതും അജണ്ടയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തത്. ശ്രീജിത്ത്, ഇപ്പോൾ LDF കൺവീനർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും? അതോ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനാണോ ഇന്നത്തെ ദിവസം സാധ്യത? പ്രത്യേകിച്ചും ഈ ഒരു വിഷയം അത് മാധ്യമങ്ങൾ ചോദിക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ. 5:30 LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനം അറിയിച്ചിരിക്കുന്നത്. 5:30 അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ യോഗ തീരുമാനങ്ങൾ അദ്ദേഹം അറിയിക്കും. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമുണ്ടാകും. സ്വാഭാവികമായി അത്തരം ചോദ്യങ്ങൾക്ക് കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ടല്ലോ. അതും അദ്ദേഹത്തിന്റെ കടമയിൽപ്പെടുന്ന കാര്യങ്ങളാണല്ലോ. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. LDF കൺവീനർ TPയുടെ വാർത്താ സമ്മേളനം 5:30-ക്കാണ്.